വിദ്യാഭ്യാസ മികവിൽ വീണ്ടും ശ്രദ്ധേയ നേട്ടവുമായി തമിഴ്നാട് പുതുച്ചേരി അമൃത വിദ്യാലയങ്ങൾ. മൂല്യാധിഷ്ഠിതവും സമഗ്രവുമായ വിദ്യാഭ്യാസം നൽകുന്ന അമൃത വിദ്യാലയങ്ങൾ ഈ വർഷത്തെ CBSE 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ 100% വിജയം സ്വന്തമാക്കി. ദേശീയ തലത്തിലുള്ള അംഗീകാരങ്ങളും കായിക രംഗത്തെ നേട്ടങ്ങളും അമൃത വിദ്യാലയത്തെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ദർശനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് തമിഴ്നാട് പുതുച്ചേരി മേഖലകളിലെ അമൃത വിദ്യാലയങ്ങൾ വിദ്യാഭ്യാസ മികവിൽ മാതൃകയാകുന്നത്. മൂല്യാധിഷ്ഠിതവും സമഗ്രവുമായ പഠന രീതിയിലൂടെ പ്രമുഖ വിദ്യാഭ്യാസ ശൃംഖലയായി അമൃത വിദ്യാലയങ്ങൾ മാറിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ അമൃത സ്കൂളുകൾക്ക് കഴിയുന്നു. ഈ വർഷത്തെ CBSE 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ അമൃത വിദ്യാലയങ്ങൾ 100% വിജയം കൈവരിച്ചു. നമുക്ക് ആകെ 24 അമൃത വിദ്യാലയം കന്യാകുമാരി മുതൽ ചെന്നൈ വരെ, കോയമ്പത്തൂർ മുതൽ നാഗപട്ടണം വരെ ഉണ്ട്. ഈ വിദ്യാലയങ്ങളെല്ലാം തന്നെ ഉന്നതമായ അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ്, വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ മാർക്കിലൂടെയും അല്ലാതെയും അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇപ്പോൾ നടന്ന ബോർഡ് എക്സാമിനേഷൻ്റെ 10ാം ക്ലാസ്സിലെ വിജയം പരിശോധിച്ചാൽ എല്ലാ അമൃത വിദ്യാലയവും, നമുക്കാകെ 16 അമൃത വിദ്യാലയങ്ങളാണുള്ളത്, എല്ലാ അമൃത വിദ്യാലയവും 100% വിജയം കൈവരിച്ചിരിക്കുന്നു. ഏറ്റവും ഉയർന്ന സ്കോർ വന്നിട്ടുള്ളത് ചെന്നൈയിൽ നിന്നാണ്. 498, അതായത് 98.8% വാങ്ങി ഒരു കുട്ടി ഏറ്റവും ഉന്നതമായ സ്കോർ കരസ്ഥമാക്കിയിരിക്കുകയാണ്. രണ്ടാമത്തെ സ്കോർ വന്നിരിക്കുന്നത് അമൃത വിദ്യാലയം തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ്. അത് 491 മാർക്കാണ്, 98.2%. സയൻസ്, ഗണിതം തുടങ്ങിയ വിഷയങ്ങളിൽ സജ്ജീകരിച്ച ആധുനിക ലാബുകളും നീതി ആയോഗിന്റെ അടൽ ഇന്നൊവേഷൻ മിഷൻ പദ്ധതിയിലൂടെയുള്ള പരിശീലനവും വിദ്യാർത്ഥികളെ ദേശീയ അന്തർദേശീയ തലത്തിൽ മുന്നിലെത്തിക്കുന്നു. രാജ്യത്തെ മുൻനിര 100 സ്കൂളുകളിൽ തിരുച്ചിറപ്പള്ളി അമൃത വിദ്യാലയവും ഇടം നേടിയിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുതുതലമുറ പ്രതിഭകളായി വളരുകയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ. 40,000 കുട്ടികളും ഒരു 2,000-ഓളം ടീച്ചേഴ്സും നമ്മുടെ സ്കൂളുകളിലുണ്ട്. പഠിപ്പിക്കാൻ കഴിവില്ലാത്ത ആൾക്കാർക്ക് പോലും നമ്മുടെ സ്കൂളിൽ വന്നിട്ട് ആ ഹൈ എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. എല്ലാ ടെക്നോളജിയും എല്ലാം വെച്ചിട്ട് അവർക്കുള്ള നല്ലൊരു ഇത് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു സംതൃപ്തി അവർക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് സയൻസ്, ഗണിതം മുതലായ എല്ലാ വിഷയങ്ങൾക്കും വളരെയധികം ശ്രദ്ധയോടുകൂടി ചിട്ടപ്പെടുത്തിയ ലബോറട്ടറി ഫെസിലിറ്റീസ് നമ്മുടെ സ്കൂളുകളിലുണ്ട്. അതോടൊപ്പം തന്നെ നീതി ആയോഗിൻ്റെ ഭാഗമായുള്ള അടൽ ഇന്നൊവേഷൻ മിഷൻ, അടൽ ലാബുകൾ നമ്മുടെ പല സ്കൂളുകളിലും സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട്. അടൽ ലാബുകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾ പലതരത്തിലുള്ള കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കുകയും അവർ നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും പലതരത്തിലുള്ള മത്സരങ്ങളിൽ വിജയിച്ചിട്ടുണ്ട്. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ NCERT-യുമായി സഹകരിച്ച് മുഴുവൻ അധ്യയന പദ്ധതിയും എങ്ങനെ ടെക്നോളജി വഴി നടത്താം എന്നതിന് ഒരു പൈലറ്റ് പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അതനുസരിച്ച് കുട്ടികളെ മുഴുവൻ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ഒരു റിമോട്ട് ഏരിയയിൽ നിന്ന് നടത്തുന്ന ക്ലാസ് കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ ടാബുകൾ ഉപയോഗിച്ച് ഈ ക്ലാസ്സുകൾ പങ്കെടുത്ത് വിദ്യാഭ്യാസ ക്രമത്തെ എങ്ങനെ വരും കാലങ്ങളിൽ പുനഃക്രമീകരിക്കാം ടെക്നോളജി, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ. ഈ പൈലറ്റ് പ്രോജക്റ്റിന് നമ്മുടെ അമൃത വിദ്യാലയം തിരുപ്പൂർ സെലക്ട് ചെയ്യപ്പെടുകയുണ്ടായി. അമ്മയുടെ കാഴ്ചപ്പാടിലൂടെ ആത്മീയ മൂല്യങ്ങളും നൈപുണ്യവും കൂടിച്ചേർന്ന വിദ്യാഭ്യാസ അന്തരീക്ഷമാണ് അമൃത വിദ്യാലയങ്ങളുടെ പ്രത്യേകത. സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്ത ബോധം വളർത്തുന്ന സേവന പ്രവർത്തനങ്ങളിലും ഇവിടുത്തെ വിദ്യാർത്ഥികൾ മാതൃകയാകുന്നു. രാമേശ്വരത്ത് നടക്കുന്ന സേവന പ്രവർത്തനങ്ങൾ അതിൻ്റെ തെളിവാണ്. പാഠപുസ്തകങ്ങളിലെ അറിവിനപ്പുറം സഹാനുഭൂതിയോടെ നല്ല മനുഷ്യരായി വളരാൻ ഈ വിദ്യാഭ്യാസം വഴിയൊരുക്കുന്നു. രാമേശ്വരം എന്ന് പറയുന്നത് ഒരു ദ്വീപാണ്. ആ ദ്വീപിൽ വളരെയധികം പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്നുണ്ട്. അവരെ സാമ്പത്തികമായി എങ്ങനെ സഹായിക്കാം എന്ന നിലയിൽ അമ്മയുടെ കുട്ടികൾ വളരെയധികം ചിന്തിച്ച് ആൽഗെ വിഭാഗത്തിലുള്ള സീവീഡ്സ് എങ്ങനെ ശേഖരിച്ച് ഉണക്കി അതിനെ പ്രോസസ്സ് ചെയ്ത് അതുകൊണ്ട് അച്ചാറുകളും സോപ്പുകളും അങ്ങനെയുള്ള പല ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാം എന്നവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി വളരെയധികം കുടുംബങ്ങൾക്ക് സാമ്പത്തികപരമായി ഒരു സഹായം ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ ആരോഗ്യപരമായ ഒരു ജീവിതശൈലിയിലേക്ക് അവരെ നയിക്കുന്നതിനും കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസം മാത്രമല്ല, അറിവ് മാത്രമല്ല, ജോലി മാത്രമല്ല, അതിൽ കൂടെ ഒരു മനുഷ്യനെ എങ്ങനെ ഒരു മനുഷ്യനാക്കി മാറ്റാം, ആ ഒരു വിദ്യാഭ്യാസം കൂടി അമ്മ നമുക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ആ ഒരു കാരുണ്യം, സ്നേഹം ഇതെല്ലാം വരുന്ന തലമുറയിലേക്കും ഈ കുട്ടികളിൽ കൂടെ നമുക്ക് അടുത്തൊരു തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും. നാഗപട്ടണം ജില്ലയിലെ CBSE സ്കൂളുകളിൽ അമൃത വിദ്യാലയം മികച്ച വിജയം നേടി ജില്ലയിൽ ഒന്നാമതായി എന്നതും എടുത്തു പറയേണ്ട നേട്ടങ്ങളുടെ പട്ടികയിലൊന്നാണ്. പഠന മികവിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും 40 ഏക്കറോളം വരുന്ന ഈ സ്കൂൾ ക്യാമ്പസ് ദേശീയ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ രീതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. തൊഴിലിനോടൊപ്പം പഠനം എന്ന ആശയവും അമൃത വിദ്യാലയങ്ങൾ പ്രായോഗികമാക്കുന്നു. സോഹോ കോർപ്പറേഷൻ ഉൾപ്പെടെ IT രംഗത്തെ പ്രമുഖ സ്ഥാപനങ്ങളുമായി സഹകരിച്ച വിദ്യാർത്ഥികൾക്ക് ഭാവി തൊഴിൽ സാധ്യതകൾ ഉറപ്പാക്കുന്ന പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആവിഷ്കരിച്ച പാഠ്യപദ്ധതികളും നീറ്റ്, JEE തുടങ്ങിയ മത്സര പരീക്ഷകൾക്കുള്ള പ്രാഥമിക പരിശീലനവും വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. സോഹോ കോർപ്പറേഷനെ പറ്റി എല്ലാവരും കേട്ടിരിക്കും. ശ്രീധർ വേമ്പു നയിക്കുന്ന സോഹോ കോർപ്പറേഷൻ ഒരു IT കമ്പനിയാണ്. വളരെയധികം ഇന്ത്യക്കാരായ ചെറുപ്പക്കാർക്ക്, യുവക്കൾക്ക് ജോലിയും ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഈ കോർപ്പറേഷൻ നമ്മുടെ അമൃത വിദ്യാലയവുമായി സഹകരിച്ച് ഏകദേശം 10ലധികം കുട്ടികൾക്ക് ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് തൊഴിൽ ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ പഠിക്കാം എന്ന് കാണിച്ചു കൊടുത്ത് അവർ തന്നെ ഈ കുട്ടികളെ എടുത്ത് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർക്ക് തൊഴിലിൽ പ്രവേശിക്കാവുന്നതുമാണ്. ഇന്ന് എല്ലാ രക്ഷകർത്താക്കളും സാങ്കേതിക രംഗത്തെ കരിയറുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കുട്ടികളെ നീറ്റ്, JEE, CA മുതലായ കോഴ്സുകൾക്കുള്ള ഫൗണ്ടേഷൻ കോഴ്സുകൾ എല്ലാ സ്കൂളുകളിലും വേണമെന്ന് രക്ഷകർത്താക്കൾക്ക് നിർബന്ധമുണ്ട്. അമൃത വിദ്യാലയത്തിൻ്റെ എല്ലാ സെക്കൻഡറി, സീനിയർ സെക്കൻഡറി സ്കൂളുകളിലും കോമ്പറ്റിറ്റീവായിട്ടുള്ള അധ്യാപകരെ വെച്ച് നീറ്റ്, JEE, CA, IAS മുതലായ കോഴ്സുകളിലേക്കുള്ള പ്രാഥമിക പരിശീലനം നമ്മുടെ വിദ്യാലയങ്ങളിലും ആറാം ക്ലാസ് മുതൽ ആരംഭിച്ചിരിക്കുന്നു എന്നതും ഒരു പുതിയ ചുവടുവയ്പായി കരുതാം. IIT JEEയുടെ ആദ്യത്തെ പരീക്ഷ സെക്ഷൻ 1 എക്സാമിനേഷനിൽ നമ്മുടെ സൂര്യകൃഷ്ണ എന്നൊരു വിദ്യാർത്ഥി 98.8% കരസ്ഥമാക്കി ഉന്നത വിജയം നേടിയിരിക്കുന്നു. കായിക രംഗത്തും ശ്രദ്ധേയ നേട്ടങ്ങൾ കൈവരിച്ച അമൃത വിദ്യാലയങ്ങൾ മുന്നേറുകയാണ്. വിദ്യാഭ്യാസ മികവും മൂല്യാധിഷ്ഠിത പഠനവും കൂട്ടിച്ചേർത്ത പുതിയ തലമുറയെ രൂപപ്പെടുത്തുന്ന അമൃത വിദ്യാലയങ്ങൾ മാതൃകയായി മാറുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ അമ്മയുടെ കാഴ്ചപ്പാടുകളാണ് യാഥാർത്ഥ്യമാകുന്നത്. അമൃത ന്യൂസ്, കൊല്ലം.